Hi students, we will discuss computer instructions. We will discuss instruction code. We will discuss common bus, registers. We will discuss computer instruction format. Main three types of instructions are discussed. One memory reference instruction, register reference instruction, input output instructions. These three instructions 16-bit instruction are. Okay, imagine memory reference instruction ആണെങ്കിൽ നമുക്കറിയാം അത് opcode operation code 12 മുതൽ 14 വരെയുള്ള 12 13 14 മൂന്ന് ബിറ്റുകൾ അതിന്റെ വാല്യൂ മാക്സിമം 000 മുതൽ 110 വരെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കേ, opcode അതായത് 12 മുതൽ 14 വരെയുള്ള മൂന്ന് ബിറ്റുകളുടെ വാല്യൂ 000 മുതൽ 110 വരെ ആയിരിക്കും ഉണ്ടാവുക. ഇനി രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 12 മുതൽ 14 വരെയുള്ള മൂന്ന് ബിറ്റുകളും 1 ആയിരിക്കും, ലാസ്റ്റ് 15th ബിറ്റ് 0 ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? ഐ എന്നുള്ള വാല്യൂ 15th ബിറ്റ് ഇല്ലേ, നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സ് ഇൻഡയറക്റ്റ് അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നോ, ആ ലാസ്റ്റ് 15th ബിറ്റ് 0 ആയിരിക്കും രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 12 മുതൽ 14 വരെയുള്ള മൂന്ന് ബിറ്റുകൾ 1 ആയിരിക്കും, അതോടൊപ്പം തന്നെ ലാസ്റ്റ് 15th ബിറ്റും എന്താവും 1 ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ ലാസ്റ്റ് 4 ബിറ്റുകൾ 1 ആണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ലാസ്റ്റ് 3 ബിറ്റ് 1 ആണ്, അതോടൊപ്പം തന്നെ 15th ബിറ്റ് 0 ആണെങ്കിൽ എന്തായിരിക്കും രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇനി മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഓപ്കോഡിൻ്റെ വാല്യൂ 000 മുതൽ 110 വരെയുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആയിരിക്കും. പിന്നെ 15th ബിറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഐ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലേ, അത് നമ്മൾ അതിൻ്റെ വാല്യൂ 0 ആണോ 1 ആണോ നോക്കിയിട്ടായിരിക്കും ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, The basic computer has 3 instruction code formats as shown. മുകളിൽ കണ്ടുല്ലേ, ഇത് നിങ്ങൾക്ക് നോട്ട്സ് ചെയ്താൽ വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. Each format has 16 bits. The operation code അല്ലെങ്കിൽ opcode part of the instruction contain 3 bits and meaning of remaining 13 bits depending on the operation code encountered. A memory reference instruction uses 12 bits to specify an address and 1 bit to specify the addressing mode. അല്ലേ, 12 ബിറ്റും എന്തിനുള്ളതാണ്, മെമ്മറി അഡ്രസ്സിന് വേണ്ടിയിട്ടും 1 ബിറ്റ് അത് അതിൻ്റെ മോഡ് ഏത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനിൽ മാത്രമാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉള്ളത്. ഓക്കെ, is equal to 0 for direct and 1 for indirect address. The register reference instruction are recognized by the operation code 111. രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 12 മുതൽ 14 വരെയുള്ള 12 13 14 മൂന്ന് ബിറ്റുകളും 111 ആയിരിക്കും, അതോടൊപ്പം തന്നെ ലാസ്റ്റ് 15th ബിറ്റ് 0 ആയിരിക്കും അല്ലേ. ഇനി രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ an operation on or the test of the accumulator register അല്ലേ. രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനിൽ ചെയ്യുന്നത് മാറിയിട്ട് രജിസ്റ്ററിലെ വാല്യൂവും അക്യുമുലേറ്ററുമായിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ആൻഡ് ഓപ്പറൻറ്റ് ഫ്രം മെമ്മറി ഈസ് നോട്ട് നീഡഡ് അല്ലേ, നമുക്ക് മെമ്മറി എന്നുള്ളൊരു ഓപ്പറൻറ്റിന് ആവശ്യമില്ല, എവിടെ തന്നെ ഉണ്ടാവും, രജിസ്റ്ററിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, therefore the other 12 bits are used to specify the operation or the test or to be executed. ബാക്കിയുള്ള 12 ബിറ്റ് നമ്മൾ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്, മെമ്മറിന്ന് റെഫറൻസിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, സിമിലർലി an input output instruction does not need the reference to the memory. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമുക്ക് എന്താ ആവശ്യമില്ല, മെമ്മറിയുടെ ആവശ്യമില്ല. പിന്നെ ബൈ ദി ഓപ്പറേഷൻ കോഡ് 11 ആണ്, അതുപോലെ തന്നെ 15th ബിറ്റിലും 1 ആയിരിക്കും. അപ്പോൾ 12 മുതൽ 14 വരെയുള്ള മൂന്ന് ബിറ്റുകൾ രണ്ട് കേസിലാണ് 11 ഉണ്ടാവുക. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും 12 മുതൽ 14 വരെയുള്ള ബിറ്റുകൾ 111 ആയിരിക്കും.
പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 15th ബിറ്റും 1 ആയിരിക്കും, രജിസ്റ്റർ ആണെങ്കിൽ അത് 0 ആയിരിക്കും. ദ റിമൈനിങ് 12 ബിറ്റ്സ് ആർ യൂസ്ഡ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഓർ ടു ടെസ്റ്റ് പെർഫോം. കാരണം 12 ബിറ്റ്സ് ബാക്കി റിമൈനിങ് 12 ബിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യും, ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനിൽ. The type of instruction is recognized by the computer control from the 4 bits is position 12 to 15 of the instruction. 4 ബിറ്റുകളും 1 ആയിരിക്കും അല്ലേ. If the 3 opcode bits in the position 12 through 14 are not equal to 111, the instruction is memory reference type, and the bit position 15 is taken as a addressing mode 1. അപ്പോൾ ഈ 12 മുതൽ 14 വരെയുള്ള ബിറ്റുകൾ 11 ആണെങ്കിൽ മാത്രമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതല്ലാത്തൊരു കേസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇഫ് ദ 3-bit opcode ഈസ് ഈക്വൽ ടു 111, കൺട്രോൾ ദെൻ ഇൻസ്പെക്ട് ദി ബിറ്റ് ഇൻ ദ പൊസിഷൻ 15. If the bit is 0, the instruction is register reference type. If the bit is 1, the instruction is a input output type. Note that the bit position 15 of the instruction code is designated by the symbol I, but is not used in the mode bit when the operation code is equal to 111. Only 3 bits of the instruction are used for the operation code. It may seem that the computer is restricted to maximum of 8 distinct operations. അവിടെ 3 ബിറ്റ് കൊണ്ട് നമുക്ക് മാക്സിമം 8 കോമ്പിനേഷൻസ് ആണ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അറിയല്ലോ. However, since register reference and input output instructions uses the remaining 12 bits as part of the operation code, the total number of instruction can exceed 8. അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു ബിറ്റ്സുകളും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 കൂടുതൽ കോമ്പിനേഷനിലുള്ള ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. പക്ഷേ മെമ്മറിയുടെ കേസിൽ ഇത് പോസിബിൾ അല്ല. കാരണം 0 മുതൽ 11 വരെയുള്ള 12 ബിറ്റുകൾ ഉപയോഗിക്കുന്നത് റെഫറൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ആ പേസിൽ ഉണ്ടാവുക. പക്ഷേ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ്റെ കേസിലും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ്റെ കേസിലും അത് നമ്മൾ അവിടെ അഡ്രസ്സ് ഉപയോഗിക്കുന്നു. 0 മുതൽ 11 വരെയുള്ള 12 ബിറ്റിൽ അഡ്രസ്സ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആ ബിറ്റ്സുകൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. ഇൻ ഫാക്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ചൂസൺ ഫോർ ദ ബേസിക് കമ്പ്യൂട്ടർ ഈസ് ഈക്വൽ ടു 25. The instruction for the computer are listed below. താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, നോക്കൂ, ശരിക്കും നോക്കണേ. അതായത് ആദ്യം കൊടുത്തിട്ട് ഫസ്റ്റ് കോളത്തിൽ സിമ്പലുകളാണ്, അതായത് നമ്മൾ ഏത് കീവേഡാണ് ഓരോ ഓപ്പറേഷനും മെൻഷൻ ചെയ്യുന്നത് ആ സിമ്പലുകൾ. അടുത്ത കോളത്തിനകത്ത് ഹെക്സ് കോഡാണ്. ലാസ്റ്റ് കോളത്തിനകത്ത് ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, ആദ്യത്തെ കോളത്തിനകത്ത് ആൻഡ്, ആഡ്, LDA, STA, ബേൺ, BSA, ISZ, അതായത് ഇൻക്രിമെൻറ്റ് ഇഫ് 0 അല്ലെങ്കിൽ സ്കിപ്പ് ഇഫ് 0 എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഈ ISZ. ഓക്കെ, ഇതെല്ലാം എന്താണെന്നറിയോ, ഇതെല്ലാം എന്താണ്, ലോഡ് അതുപോലെ തന്നെ സ്റ്റോർ ആൻഡ് ഇതൊക്കെ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനുകളാണ്, മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷനുകളാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത കോളത്തിൽ നോക്കൂ, I = 0, I = 1. I = 0 ആണെങ്കിൽ അതെന്തായിരിക്കും, നമുക്കറിയാം ഡയറക്റ്റ് ആയിരിക്കും. I = 1 ആകുമ്പോൾ ഇൻഡയറക്റ്റ് ആയിരിക്കും ഉണ്ടാവും. ഇനി I = 1 ആണ് കേസിൽ ഇതിൻ്റെ വാല്യൂ മാക്സിമം വരുന്നത് 0 മുതൽ 6 വരെയാണ്, 7 വരെ വരും, നമുക്ക് നോക്കാം. 0 മുതൽ 6 വരെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ I = 1 ആണെങ്കിൽ ആ തേർഡ് ബിറ്റും എന്താവും, ഫോർത്ത് ബിറ്റ് എന്താ 1 ആകുമ്പോൾ നമുക്ക് 8 എന്നുള്ള മാക്സിമം വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ 8 മുതൽ ഈ വരെ ഉള്ള വാല്യൂസാണ് I = 1 ഇൻഡയറക്റ്റ് അഡ്രസ്സ് ആണെങ്കിൽ നമുക്കവിടെ വരിക. ഇനി ആൻഡിന് I = 0 ഡയറക്റ്റിലാണെങ്കിൽ 0xxx എന്നുള്ളതിൻ്റെ കോമ്പിനേഷനാണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ കോമ്പിനേഷനുകളായിരിക്കും xxന് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് ആൻഡ് മെമ്മറി വേർഡ് ടു അക്യുമുലേറ്റർ, ആഡ് ആണെങ്കിൽ ആഡ് മെമ്മറി വേർഡ് ടു അക്യുമുലേറ്റർ. അത് ഡയറക്റ്റിലാണെങ്കിൽ I = 0 ആണെങ്കിൽ 0xxx ആയിരിക്കും, I = 1 ആണെങ്കിൽ 8xxx ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ CLA,
CLE, CMA, CME, CIR, CIL അങ്ങനെ ക്ലിയർ AC. ഫസ്റ്റ് ക്ലിയർ AC എന്ന് പറഞ്ഞാൽ ക്ലിയർ അക്യുമുലേറ്റർ. പിന്നെ ക്ലിയർ ഈ രജിസ്റ്റർ ക്ലിയർ ചെയ്യും. പിന്നെ CMA ആണ് കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ, കോംപ്ലിമെൻറ്റ് E, സർക്കുലേറ്റ് റൈറ്റ് AC ടു E. അങ്ങനെ ഓരോ ഇത് രജിസ്റ്റർ ബേസ്ഡ് രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം. ഏത് CLA സെക്കൻഡ് കോളത്തിൽ കൊടുത്തൊക്കെ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മുതലാണ് അല്ലേ. രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് 15th ബിറ്റിൽ എന്തായിരിക്കും 0 ആയിരിക്കും. ബാക്കിയുള്ള 3 ബിറ്റുകളും എന്തായിരിക്കും 111 ആയിരിക്കും. 3 ബിറ്റിൻ്റെ കോമ്പിനേഷനിൽ 1 2 4 അല്ലേ. അപ്പോൾ മാക്സിമം എത്ര വരും 7 ആയിരിക്കും മാക്സിമം വരുന്നുണ്ട്. അതുകൊണ്ടാണ് 7 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കിപ്പ്, അതുപോലെ തന്നെ സ്കിപ്പ് ഇന്നും സ്കിപ്പ് ഔട്ടും, പിന്നെ ഇൻറ്ററപ്റ്റ് ഓൺ ഇൻറ്ററപ്റ്റ് ഓഫ്. ഇതെല്ലാം ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് F മുതലാണ് അല്ലേ. നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് വരുന്നത് ലാസ്റ്റ് 4 ബിറ്റുകൾ 1 ആണ്. ലാസ്റ്റ് 4 ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ ഉണ്ടാവുക 1 2 4 8 അല്ലേ. അപ്പോൾ എത്ര വരെ നമുക്ക് മാക്സിമം വരും 15 വരെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ആണ് ഈ F ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, F800 അല്ലെങ്കിൽ അത് ഓരോ കോഡുകളാണ്, ഓരോ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന കോഡുകളാണ്. ആ 800 അല്ലെങ്കിൽ F400 പകരം ആണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ പഠിച്ചിട്ടുള്ള ഹെക്സ് കോഡ്. നമ്മൾ മെമ്മറിയിൽ പഠിച്ചില്ലേ 0xxx, അതിന് വരക്കെ അതേ രൂപത്തിലുള്ള വാല്യൂകൾ വന്നിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് 3 ടൈപ്പുള്ള ഇൻസ്ട്രക്ഷൻസും. ഇതിൽ ചില കോഡുകളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. മെമ്മറിയിലുള്ള കുറച്ച് ആൻഡ് ലോഡ് ആഡ്, അതുപോലെ സ്റ്റോർ ബേൺ, കുറച്ച് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ക്ലിയർ ACയും അതുപോലെ ക്ലിയർ ഇയും കോംപ്ലിമെൻറ്റ് AC അങ്ങനെ കുറച്ച് റെഫറൻസ് ഇൻസ്ട്രക്ഷൻസുകളും, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കിപ്പ് ഇന്ന് സ്കിപ്പ് ഔട്ട്, അതുപോലെ തന്നെ കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസുകളും ജംഗ്ഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഇത് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. ഒരു 15 മിനിറ്റ് കൊണ്ട് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ഷോർട്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് ഇത്ര മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.